നമസ്കാരം, നിഷാദ് മുല്ലശ്ശേരിയാണ്. ഞാനൊരു വലിയ ബിസിനസ്മാനോ ഒന്നുമല്ല, ഇപ്പോൾ തുടക്കമേ ആയിട്ടുള്ളൂ, ബിസിനസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് വീഡിയോസ്, മോട്ടിവേഷൻ ലെക്ചറുകളും ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അതിലൊരുപാട് കേൾക്കുന്ന കാര്യമാണ്, ബിസിനസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. റിസ്ക് എടുത്താൽ മാത്രമേ ബിസിനസ്സിൽ ഗ്രോ ആവുള്ളൂ, ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ശരിക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ഈ സക്സസ് ആയിട്ടുള്ള ബിസിനസ്സുകാരങ്ങനെ പറയാൻ കാരണമെന്ന് ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം. ബിസിനസ്സിലാണോ റിസ്ക് അതോ ജോലിയിലാണോ റിസ്ക് എന്ന കാര്യം ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ച് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ, അധികം ആൾക്കാരൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ചെറിയൊരു പലചരക്ക് കടയോ ചെറിയൊരു ഗ്രോസറി ഷോപ്പോ എന്നൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ വീടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അടുത്തുള്ള സിറ്റിയിൽ ഞാൻ കട സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ആ കട റൺ ചെയ്യുന്നുണ്ട്, എൻ്റെ ബിസിനസ്സാണ്. ഓക്കെ, സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഡയറക്റ്റ്ലി ഒരു ലുലു മോളോ ഒരു വലിയ റിസോർട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല. ആദ്യമേ ചെറിയ ചെറിയ ബിസിനസ്സായിട്ടാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ ബിസിനസ് എൻ്റെ ഷോപ്പിൻ്റെ കാഷ്യറിൻ്റെ ചെയറിൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനെയോ അമ്മയോ എൻ്റെ മക്കളെയോ എൻ്റെ വൈഫിനെയോ കൊണ്ടിരുത്താം. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്ന സംഭവം നമ്മൾ പതുക്കെ പഠിച്ചിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, പഠിക്കാതെ ഇറങ്ങുന്ന ബിസിനസ് ഫെയിൽ ആവാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ തന്നെ ഇട്ടുണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്കറിയാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിൽ എനിക്ക് സക്സസ് ആവാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ആ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കണം, ആ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. നമുക്ക് സ്വയം അറിയുന്ന ഒരു പണി ആയിരിക്കണം, അതാണ് മെയിൻ കാര്യം. അല്ലാതെ വേറെ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെയോ ഭാര്യയോ അതോ അച്ഛനമ്മേനൊക്കെ എനിക്ക് ആ ഷോപ്പിൻ്റെ ഓണറായിട്ട് ഇരുത്താം. ഓക്കെ, നാളെ ഞാനൊരു 2 ദിവസത്തേക്ക് ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാണ്, അല്ലെങ്കിൽ എനിക്കിന്നൊരു വയ്യാണ്ടാവുകയാണ് ചെയ്താൽ ഞാൻ തേക്കേണ്ടാണ് ഷോപ്പ്, അവർക്ക് റണ്ണ് ഷോപ്പ് റൺ ചെയ്യിപ്പിക്കാം, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അതേ സെയിം ടൈം നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ വരെ എൻ്റെ ഫാമിലിക്ക് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇൻകമോ എൻ്റെ വീട്ടിൽ വരുന്ന ബിസിനസ്സോ നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൽ എനിക്കൊരു റിസ്ക്കും കാണുന്നില്ല. പക്ഷേ സെയിം ടൈം നമ്മളൊരു ജോബിനെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു, ഞാനിപ്പോൾ ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സെയിൽസ് ബോയ് ആണ് ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ വലിയൊരു ഷോറൂമിൽ. ഓക്കെ, ഞാൻ രാവിലെ 8 മണിക്ക് പോകുന്നു, വൈകിട്ട് 7 മണി 8 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു. മാസം നല്ല ശമ്പളം ഉണ്ടായിക്കോട്ടെ, നല്ല ജോലിയാണ്, മാസം ഒരു 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ശമ്പളം ഉണ്ട്, എത്രയാണ് വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇറ്റ്സ് എ ജോബ്. എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, സ്വന്തമായിട്ടൊരു വീട് വയ്ക്കും. ലോൺ എടുത്തിട്ടാണ് വയ്ക്കുക, ലോണാണ് എൻ്റെ മെയിൻ ആശ്രയം. കാരണം ഞാൻ സ്ഥിര വരുമാനമുള്ള ജോലിക്കാരനാണ്. ഒരു കാർ മേടിക്കും, വീടിനും കാറിനും ഒക്കെ ആയിട്ടൊരു 10-30,000 രൂപേൻ്റെ EMI എന്തായാലും പോയേ പറ്റും. പിന്നെ മക്കളെ നല്ല സ്കൂളിലിടും, അവർക്ക് വേണ്ട നല്ല കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യും, കരാട്ടെ, പാട്ട്, ഡാൻസ് എല്ലാം ചെയ്യിക്കും. ഓക്കെ, അച്ഛനമ്മമാരെ റിട്ടയർ ചെയ്ത് വീട്ടിലിരുത്തും, അവർക്കും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അവരുടെ ചിലവുകളൊക്കെ ഞാൻ തന്നെ വഹിക്കണം. ഓക്കെ, അപ്പോൾ ഒരു മാസം ഒരു 1 ലക്ഷം ശമ്പളം ഉണ്ടെങ്കിൽ മിനിമം ഒരു 50,000-60,000 രൂപ എനിക്ക് ചിലവ് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് അടിപൊളിയായി പോകുന്നു. റിലേറ്റീവ്സും എല്ലാവരും ഹാപ്പി. നിഷാദ് നല്ല ജോലി ചെയ്യുന്നുണ്ട്, നല്ല ശമ്പളമാണ്, വീട് നന്നായി നോക്കുന്നുണ്ട്, വീടെടുത്തു, കാറെടുത്തു, എല്ലാം ഹാപ്പിയാണ്. പക്ഷേ ഹിയർ കംസ് ദ ട്രാജഡി. ഇഫ് സംതിങ് ഹാപ്പൻ ടു മീ, എനിക്ക് നാളെ എന്തെങ്കിലും പറ്റിയാൽ, ലൈഫിലാകെ ഈ ലോകത്താകെ ഇല്ലാത്തൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സംഭവം നമ്മുടെ ജീവനാണ്. എത്ര പേര് 18 വയസ്സിലും 30 വയസ്സിലും 40 വയസ്സിലൊക്കെ ആക്സിഡൻറ്റും പറ്റി, ഹാർട്ട് അറ്റാക്ക് വന്ന് എന്തൊക്കെ വന്ന് മരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഒരു അറ്റാക്കോ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ അവൻ്റെ വീട്ടിൽ വരുമാനം അവിടെ നിന്ന് വരും. ഈ വീടിൻ്റെയും കാറിൻ്റെയും മക്കളുടെ പഠിത്തത്തിൻ്റെയും അച്ഛനമ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെയും മാസം ചിലവ് വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ ഈ വൈഫിനും അച്ഛനമ്മയ്ക്കും മക്കൾക്കും പറ്റുമോ? അപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കണമെങ്കിൽ ജോലി ചെയ്യുന്നതാണോ റിസ്ക്, ബിസിനസ് ചെയ്യുന്നതാണോ റിസ്ക്? അപ്പോൾ ആസ് പെർ മൈ കൺസേൺ, ബിസിനസ് റിസ്ക് ഉള്ള സംഭവമല്ല. ബിസിനസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഗട്ട്സാണ്. ഏതൊരു സാഹചര്യത്തിനും നേരിടാനുള്ള ഒരു ഗട്ട്സ്, എനിക്ക് ആ ഒരു എന്താ പറയുക, ഹിമ്മത്ത് ഉണ്ടാവണമെന്ന് പറയുള്ളൂ ഹിന്ദിയിൽ. അതുപോലെ ആ ഒരു കോട്സി ഫീലിംഗ് എനിക്ക് വേണം. ഏതൊരു എന്താ പറയുക, പ്രതിസന്ധി ഘട്ടത്തിലും നേരിടാനുള്ള ശക്തി എനിക്കുണ്ടായിരിക്കണം. അല്ലാതെ ബിസിനസ്സിൽ നമുക്കൊരിക്കലും റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു കോൺഫിഡൻസാണ് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക. പക്ഷേ നേരെ മറിച്ച് ഒരു ജോലിയിലാണ് നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു ആമസോൺ സ്റ്റോർ, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഒരു ആമസോൺ സ്റ്റോർ ആയിരിക്കാം, ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഷോപ്പായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാനുഫാക്ചറിങ് ആയിരിക്കാം. വീട്ടിൽ നിന്ന് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളുണ്ട്. അപ്പോൾ
ഇന്ന് തന്നെ ഒരു ചെറിയ ബിസിനസ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ നെറ്റ്വർക്കിംഗ് ബിസിനസ്സിൽ വരാം, ഫ്രീലാൻസർ ബിസിനസ് ചെയ്യാം, ഇൻഷുറൻസ്, സെയിൽസ്, കാര്യങ്ങൾ ഒരുപാടുണ്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വന്തമായിട്ടൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിസ്ക് ഫാക്ടറിന് നമുക്ക് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട്, ബിസിനസ് ചെയ്യണമെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവണം എന്നൊക്കെ പറയാനൊക്കെ ഇല്ലേ. ഓൾറെഡി ഇരിക്കുന്ന ബിസിനസ് ഓണർമാർ ഇനിയും കൂടുതൽ ആൾക്കാർ വന്ന് കോമ്പറ്റീഷൻ കൂടാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വിചാരിച്ചൊരു നാട്ടിൽ, ഇപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ വേണമെങ്കിൽ ഒരു ഗ്രാമത്തിൽ, ഇപ്പോൾ കോഴി പഞ്ചായത്തിൽ വിചാരിച്ച സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നല്ല സെയിലുണ്ടെന്ന് വിചാരിച്ചൊരു 10-500 പേര് സ്ഥിരം വരുന്ന കടയാണെന്ന് വിചാരിച്ചു. ആ ഓണർ ഒരിക്കലും പറയില്ല ബിസിനസ് ഈസിയാണ്, നിങ്ങളും കടയിട്ട് നിങ്ങൾക്കും സുഖമായി ഓടിക്കാം, നല്ല കാശുണ്ടാക്കുന്ന ആളൊരിക്കലും പറയില്ല. കാരണം ആളങ്ങനെ പറഞ്ഞാൽ ആളുടെ പോലെ 10-20 സൂപ്പർ മാർക്കറ്റ് വേറെയും വരും. ഓക്കെ, ആ 10-20 സൂപ്പർ മാർക്കറ്റ് വരുമ്പോൾ ആളുടെ കച്ചവടം കുറയും, അപ്പോൾ ആളുടെ കോമ്പറ്റീഷൻ കൂടി. അതുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ബിസിനസ് ഭയങ്കര റിസ്ക്കാണ്, ബിസിനസ്സിൽ ഭയങ്കര റിസ്ക് എടുക്കേണ്ടി വരും, ഫെയിലിയർ ഉണ്ടായിരിക്കും, അതുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത്. കാരണം ആൾക്ക് കോമ്പറ്റീഷൻ താല്പര്യമില്ല. ഈ ഫീസ് ഏണിങ് ഞാൻ ഇതിനെ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന കോമ്പറ്റീഷന് വേണ്ടി, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ ദിസ് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു ഓൾ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം, നേരിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.